എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു കിച്ചൺ ടിപ്പുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തക്കാളി വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും പെട്ടെന്ന് തന്നെ കേടായി പോകുന്നത് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ചില തക്കാളിയൊക്കെ വാങ്ങിക്കുമ്പോഴേ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ചീഞ്ഞു തുടങ്ങും. അപ്പോൾ അങ്ങനെ കേടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഒരുപാട് ടിപ്സ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തക്കാളിയുടെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവരൊക്കെ പറഞ്ഞതൊക്കെ കേട്ടതൊക്കെ ചെയ്ത് നോക്കി, പക്ഷെ ഒന്നും എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഒരുപാട് ടിപ്സ് ചെയ്ത് നോക്കിയതിൽ എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് വിലക്കുറവൊക്കെ വരുമ്പോൾ തക്കാളി ഒരുപാട് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ പലരും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് തന്നെ പറയാം. അപ്പോൾ അതെന്താണെന്ന് വേഗം തന്നെ നമുക്ക് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതും കൂടി പ്രസ് ചെയ്താൽ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തക്കാളി നന്നായിട്ട് വാഷ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. വാഷ് ചെയ്തിട്ട് അതിൻ്റെ ഈർപ്പം പോകാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണിക്കകത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആ ഈർപ്പം ഒന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ അത് നമുക്ക് ആദ്യമേ ഫുള്ളായിട്ടങ്ങ് ചെയ്യാം. അപ്പോൾ അത് ടൊമാറ്റോ ഫുള്ളായിട്ട് ഞാൻ ഈർപ്പമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ടിഷ്യൂ പേപ്പറാണ്. ഇനിയിപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിലും അത് ഓർത്ത് വിഷമിക്കേണ്ട, ന്യൂസ് പേപ്പർ ആണെങ്കിലും മതി കേട്ടോ. ന്യൂസ് പേപ്പർ ആണെങ്കിലും ചെറിയ ചെറിയ പീസായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഓരോ ടൊമാറ്റോ എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് ഇതിനകത്ത് നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ടിഷ്യൂ പേപ്പർ അത്യാവശ്യം വലിപ്പമുള്ള ടിഷ്യൂ പേപ്പറാണ്. അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് പൊതിയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊതിഞ്ഞതിന് ശേഷം നമ്മളൊരു പ്ലാസ്റ്റിക് കവറിനകത്തേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി വെക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. കെട്ടി വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഈർപ്പൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാൾ നമുക്ക് ടൊമാറ്റോ കേട് കൂടാതെ ഇരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ചെയ്ത് വെച്ചിട്ട് പിന്നെ ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കാണ്ടിരിക്കരുത്. ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കുക. കാരണം ഈ പേപ്പറിൽ ഈർപ്പം ഉണ്ടോ എന്നുള്ള കാര്യം ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈർപ്പം ഉണ്ടെങ്കിൽ ആ പേപ്പർ മാറ്റി വെക്കാനും ശ്രദ്ധിക്കണം. അല്ല എങ്കിലും നമുക്ക് പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ട് വന്നാൽ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. താങ്ക്